Welcome to Oxygen Classes. Please subscribe our channel for more videos. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്ത് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബെർണോളി ട്രയൽ. എന്താണ് ബെർണോളി ട്രയൽ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റുകൾ, റാൻഡം എക്സ്പെരിമെന്റുകൾ, കോയിൻ ടോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡൈ ത്രോ ചെയ്യുന്നത്, അതുപോലെ കാർഡ് സെലക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഏത് എക്സ്പെരിമെന്റ് വേണമെങ്കിലും നമുക്ക് ബെർണോളി ട്രയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ബെർണോളി ട്രയൽ ആയിട്ട് മാറണമെങ്കിൽ അത് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ നടത്തുന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു ട്രയൽ ഒരു ബെർണോളി ട്രയൽ ആയിട്ട് മാറണമെങ്കിൽ അത് ഒരു 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസ് ഇതൊക്കെയാണ്. അവിടെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ടായിരിക്കണം. ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ടായിരിക്കണം. ട്രയൽസ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ്സ്. അതായത് നമ്മളിപ്പോൾ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ടോസ് ചെയ്യണം. ഇപ്പോൾ ഒരു 10 പ്രാവശ്യം ടോസ് ചെയ്യുക, അല്ലെങ്കിൽ 100 പ്രാവശ്യം ടോസ് ചെയ്യുക. ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ത്രോ ചെയ്തിരിക്കണം. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് അവിടെ എക്സിസ്റ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈച്ച് ട്രയൽസ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ്. ട്രയൽസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് ആവുക എന്ന് വെച്ചാൽ ഒരു ട്രയൽ നടത്തിയത് മറ്റു ട്രയലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്നതിലൊന്നും ആ ഒരു ഇഷ്യൂസ് നമുക്ക് വലിയ കാര്യമായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളൊരു കാർഡ് സെലക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണെന്ന് വിചാരിക്കും. ഒരു പാക്കറ്റ് കാർഡിനകത്ത് ഒരു കാർഡ് സെലക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ അതിനകത്ത് നമ്മളൊരു കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ കാർഡ് ആ പാക്കറ്റിൽ തന്നെ വെച്ചിട്ട് വേണം അടുത്ത ട്രയൽ നടത്താൻ. അതല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ട്രയല് രണ്ടാമത്തെ ട്രയലിനെ എഫക്ട് ചെയ്യും, അല്ലെ? ഇപ്പൊ നമ്മൾ ഡയമണ്ട് കാർഡ് സെലക്ട് ചെയ്യുന്ന പ്രോബബിലിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ കാർഡ് ഡയമണ്ട് ആണെങ്കിൽ അത് നമ്മൾ തിരിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഡയമണ്ട് കാർഡിന്റെ എണ്ണവും നമ്മളെ ടോട്ടൽ കാർഡിന്റെ എണ്ണവും അതിൽ കുറയും, അല്ലെ? അപ്പൊ ആദ്യത്തെ ട്രയൽ രണ്ടാമത്തെ ട്രയലിനെ എഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എല്ലാ ട്രയൽസും എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് 2 ടൈപ്പ് ഔട്ട്കംസ് മാത്രമേ ഈ ട്രയലുകൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ, സക്സസ് ഓർ ഫെയിലിയർ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 ടൈപ്പ് ഔട്ട്കംസ് മാത്രമേ നമുക്ക് ഈ ഒരു ബെർണോളി ട്രയലിൽ ഉണ്ടാവാൻ പാടുള്ളൂ, സക്സസ് ഓർ ഫെയിലിയർ. ആ സക്സസ് ഫെയിലിയർ എന്നുള്ള ഔട്ട്കംസ്, അത് സക്സസ് എന്താന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഹെഡ് കിട്ടുവാണെങ്കിൽ അത് സക്സസ് നമുക്ക് പറയാം. അപ്പൊ ഹെഡ് കിട്ടിയില്ലെങ്കിൽ ടെയിലാണ് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഫെയിലിയർ ആയിരിക്കും. അതിൽ വലിയ ഇഷ്യൂസ് നമുക്ക് തോന്നില്ല, കാരണം 2 ഔട്ട്കംസ് അല്ലേ ഉള്ളൂ. പക്ഷെ അതിൽ തന്നെ നമ്മൾ ഒരു ഡൈ ത്രോ ചെയ്യുന്ന കേസ് ആണെന്ന് നോക്കൂ. ഡൈക്ക് 6 ഔട്ട്കംസ് ഉണ്ട്, അല്ലെ? 1 മുതൽ 6 വരെയുള്ള ഔട്ട്കംസ് ഉണ്ട് ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ സക്സസ് ഡിഫൈൻ ചെയ്യാം? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സക്സസ് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ 6 എന്ന് പറയുന്ന ഔട്ട്കം കിട്ടുവാണെങ്കിൽ സക്സസ് എന്ന് പറയാം. 6 കിട്ടിയില്ലെങ്കിൽ അത് ഫെയിലിയർ എന്ന് പറയാം. അങ്ങനെ നമുക്ക് സക്സസ് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഈവൻ നമ്പർ കിട്ടുവാണെങ്കിൽ സക്സസ് ആണെന്ന് പറയാം. അപ്പൊ ഓഡ് നമ്പർ കിട്ടുകയാണെങ്കിൽ അത് ഫെയിലിയർ ആയിട്ട് മാറും. അപ്പൊ 2, 3 കിട്ടുകയാണെങ്കിൽ സക്സസ് ആണെന്ന് പറയാം. 2, 3 കിട്ടിയില്ലെങ്കിൽ ഫെയിലിയർ ആണെന്ന് പറയാം. അപ്പൊ അങ്ങനെ നമുക്ക് സക്സസ് ഫെയിലിയർ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് 2 ഔട്ട്കംസ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ, സക്സസ് ആൻഡ് ഫെയിലിയർ. ആൻഡ് നാലാമത്തതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് എല്ലാത്തിലും, എല്ലാ ഔട്ട്കമിലും സെയിം ആയിരിക്കണം. ഓരോ പ്രാവശ്യം നമ്മൾ നടത്തുന്ന എല്ലാ ട്രയലിലും സെയിം ആയിരിക്കണം. പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് എല്ലാ ട്രയലിലും സെയിം ആയിരിക്കണം. അങ്ങനെ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ട്രയലിനെ നമുക്ക് എന്ത് ട്രയലായിട്ട് പറയാം? ബെർണോളി ട്രയലായിട്ട് പറയാം. എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ആ ട്രയൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്, n ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തിരിക്കണം. ആൻഡ് എല്ലാ ട്രയൽസും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. 2 ഔട്ട്കംസ് മാത്രമേ അതിനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ, സക്സസ് ഓർ ഫെയിലിയർ. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഈച്ച് സക്സസ്, എല്ലാത്തിന്റെയും സക്സസിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പെരിമെന്റുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ബെർണോളി ട്രയൽ എന്ന് പറയുന്നത്. ഇനി ബെർണോളി ട്രയൽ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്ന നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ
n ആയിട്ടാണ് ചൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് നമ്മൾ പി എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ചൂസ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ, അപ്പം ക്യൂ എന്ന് പറയുന്ന ലെറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. ആൻഡ് എക്സ് എന്ന് പറയുന്ന റാൻഡം വാരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമ്പർ ഓഫ് സക്സസസ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, സക്സസുകളുടെ എണ്ണം എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സക്സസ് എന്താണെന്നുള്ളത് ഓരോ ക്വസ്റ്റിനും മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് ആവശ്യം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഒരു n ട്രയൽസ് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ആ n ട്രയൽസിൽ എക്സ് ഈക്വൽ ടു എക്സ്, സക്സസിന്റെ എണ്ണം ക്യാപിറ്റൽ എക്സിന്റെ എണ്ണം സ്മോൾ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി ഓഫ് എക്സ് സക്സസസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ആൻഡ് അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്, എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, n ട്രയൽസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ ആ n ട്രയൽസിൽ എക്സ് സക്സസ് വരുന്നുണ്ടെങ്കിൽ, എക്സ് സക്സസുകൾ വരുന്നുണ്ടെങ്കിൽ, സ്മോൾ എക്സ് സക്സസുകൾ വരുന്നുണ്ടെങ്കിൽ n മൈനസ് എക്സ് ഫെയിലിയേഴ്സും അവിടെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം. എക്സ് സക്സസ് ആണ്, n മൈനസ് എക്സ് ഫെയിലിയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, എന്നിന്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0, 1, 2, 3 എക്സെട്ര അങ്ങനെയാണ് വാരി ചെയ്യുന്നത്. ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ഫൈനൈറ്റ് നമ്പർ എത്തുന്ന വരെയും ഇത് വാരി ചെയ്യും. അഗെയിൻ എക്സിന്റെ വാല്യൂ വാരി ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. എക്സ് ഓൾസോ വാരീസ് ഫ്രം 0, 1, 2, 3 എക്സെട്ര അപ് ടു n വരെയാണ് എക്സിന്റെ വാല്യൂ വാരി ചെയ്യുന്നത്. ആൻഡ് മറ്റൊരു കാര്യം, പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ഓൾവേസ് 1 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് സക്സസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ഓൾവേസ് 1 ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. അപ്പം ഇവിടെ നിങ്ങൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്, വേർ പി എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ക്യൂ എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ, ആൻഡ് എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് സക്സസസ്, എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ട്രയൽസ്. ആൻഡ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 എന്ന് പറയാം. എക്സ് വാരീസ് ഫ്രം 0, 1, 2, 3 എക്സെട്ര അപ് ടു n എന്നും പറയാം. അപ്പൊ ഇങ്ങനെ വരുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എ പെയർ ഓഫ് ഡൈസ് ഈസ് ത്രോൺ 4 times. If getting a doublet is considered as a success, find the probability of 2 successes. സക്സസ് എന്ന് പറയുന്നത് ഇവിടെ ഡബ്ലറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 2 സക്സസസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു പെയർ ഓഫ് ഡൈസ് ത്രോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ സാമ്പിൾ സ്പേസിൽ നമുക്ക് എന്തൊക്കെ കിട്ടും, 1 മുതൽ 2 ഡൈകളാണ് ഒന്നിച്ച് ത്രോ ചെയ്യുന്നത്, 1, 1, 1, 2, 1, 3 എക്സെട്ര മുതൽ 6 വരെയുള്ള 36 ഔട്ട്കംസ് മൊത്തമായിട്ട് നമുക്ക് കിട്ടും അല്ലെ. ടോട്ടലായിട്ട് 36 ഔട്ട്കംസ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടാവുക. ക്ലിയർ? ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഡബ്ലറ്റ് കിട്ടുന്നതാണ്. ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഐഡന്റിക്കൽ പെയേഴ്സ്. ഇതിപ്പോ ഇവിടെ 1, 1, 1, 2 ഒക്കെ ഉണ്ടാവും കേട്ടോ, എക്സെട്ര. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഉണ്ടാവുന്നത് 6, 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 36 ഔട്ട്കംസ് ഉണ്ടാവും. ഇനി ഡബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡബ്ലറ്റ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ പെയേഴ്സ് ആണ്. 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6 ഇതിനെയാണ് നമ്മൾ ഡബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഡബ്ലറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ അത് സക്സസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസസ്, ഇതെല്ലാ ക്വസ്റ്റ്യനും സെയിം ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. വേർ സക്സസ് ഈസ് getting a doublet നമുക്ക് പറയാം എന്ന് വിചാരിക്കാം. സക്സസ് എന്ന് പറയുന്ന ഡബ്ലറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ സക്സസ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളതാണ് നമ്മളിവിടെ, പ്രോബബിലിറ്റി ഓഫ് 2 സക്സസ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ
പ്രോബിലിറ്റി ഓഫ് വൺ സക്സസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാലോ. എന്താണ് ഒരു ഡബിളറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? അതിനെ നമ്മൾ പി എന്ന് പറയാം. എന്താണ് സക്സസിന്റെ പ്രോബിലിറ്റി ഇവിടുത്തെ? ടോട്ടൽ 36 ഔട്ട്കംസ് ഉണ്ട്. അതിനകത്ത് ഒരു ഡബിളറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? എത്ര ഡബിളറ്റ്സ് ആണ് ടോട്ടൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? 6 ഡബിളറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6/36 ആണ് ഇവിടുത്തെ പ്രോബിലിറ്റി ഓഫ് വൺ സക്സസ് അല്ലെ. അതായത് 1/6 ആണ് പ്രോബിലിറ്റി ഓഫ് വൺ സക്സസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആയിട്ടുള്ള ക്യൂ കണ്ടുപിടിക്കാലോ. P + Q = 1 ആണെങ്കിൽ Q = 1 - P ആണ്. എന്നുവെച്ചാൽ 1 - 1/6 = 5/6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്രോബിലിറ്റി ഓഫ് സക്സസും പ്രോബിലിറ്റി ഓഫ് ഫെയിലിയറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്പർ ഓഫ് ട്രയൽസ്, എത്ര ട്രയൽസ് ആണ് നമ്മൾ നടത്തുന്നത്? ആ പെയർ ഓഫ് ഡൈ 4 ടൈംസ് ആണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. അപ്പൊ n = 4 ആണ്. ഇനി എക്സിന്റെ വാല്യൂ 2 ആവുമ്പോഴുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ ദാറ്റ് നമുക്ക് ഇതിന്റെ ജനറൽ പ്രോബിലിറ്റി ഒന്ന് എഴുതി വെക്കാം. പ്രോബിലിറ്റി ഓഫ് x = 4cx. P എന്ന് പറയുന്നത് 1/6 ആണ്. 1/6 x. Q എന്ന് പറയുന്നത് 5/6 ആണ്. 5/6 4 - x. ഇതാണ് ഇതിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കുന്നത്, പ്രോബിലിറ്റി കണ്ടുപിടിക്കേണ്ടത്? x = 2 എന്നുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ x = 2 കൊടുക്കുക. P of x = 2. That is equal to 4c2 1/6 5/6 4 - 2. 4c2 4 × 3/1 × 2 into 1/6 square into 5 square by 6 square അല്ലെ, ഇങ്ങനെ വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്യാൻ നമുക്കൊന്ന് ഇവിടെ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് വരും. അപ്പൊ again it is 6. ഒരു 6 നമുക്ക് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്യാം. 2 6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 പോവും, ബാക്കി ഒരു 6 ഉണ്ടാവുക. പിന്നെ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25/6 into 6 സ്ക്വയർ 36 എന്ന് വരും. അപ്പൊ 6 ക്യൂബ് എന്ന് കിട്ടും. ഈക്വൽ ടു 25/216 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഡബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ തിയറം ഇങ്ങനെയാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ: the probability that a bulb will fuse produced by a factory will fuse after 150 days of use is 0.05. Find the probability that out of 5 such balls, none, not more than one, at least one will fuse after 150 days of use. അപ്പൊ ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബുകൾ 150 ഡേയ്സ് യൂസ് കഴിഞ്ഞ് ഫ്യൂസ് ആവുന്ന ബൾബുകളുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.05 ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? 5 അതുപോലെയുള്ള ബോളുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതില് 150 ഡേയ്സ് യൂസ് കഴിഞ്ഞാൽ ഒന്നും ഫ്യൂസ് ആവാത്തതിന്റെ പ്രോബിലിറ്റി എന്താണ്? നോട്ട് മോർ ദാൻ 1 ഫ്യൂസ് ആവാനുള്ള പോസിബിലിറ്റി എന്താണ്? മോർ ദാൻ 1 ഫ്യൂസ് ആവാനുള്ള പോസിബിലിറ്റി എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ഫ്യൂസ് ആവാനുള്ള പോസിബിലിറ്റി എന്താണ്? ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ നമ്മളിവിടെ സക്സസ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് എന്താണ്? സക്സസ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് the bulb is getting fused, അല്ലെ, after 150 days of use. Bulb will fuse after 150 days. ഇതാണ് നമ്മളിവിടെ എന്തായിട്ട് സെലക്ട് ചെയ്യുന്നത്? സക്സസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് പി എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നേക്കണേ? 0.05. ക്യൂ നമുക്ക് സെലക്ട് ചെയ്യാമല്ലോ. പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ 1 - P ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 0.05 എത്ര വരിക? 0.95 വരും. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോബിലിറ്റി ഓഫ് സക്സസും പ്രോബിലിറ്റി ഓഫ് ഫെയിലിയറും നമ്മൾ എടുത്തത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ട്രയൽസ് എന്താണെന്നുള്ളത് വേണം. നമ്പർ ഓഫ് ട്രയൽസ് നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതി വെക്കാലോ. P of x = 5cx 0.05 and 0.95 5 -
എക്സ്. ഇതാണ് ഇതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ആഫ്റ്റർ 150 days ഓഫ് യൂസ് ഒന്നും ഫ്യൂസ് ആവാതിരിക്കാനുള്ള പോസിബിലിറ്റി. അതായത് നൺ വിൽ ഫ്യൂസ് ആഫ്റ്റർ 150 days ഓഫ് യൂസ്. നൺ വിൽ ഫ്യൂസ് ആഫ്റ്റർ 150 days എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഫ്യൂസ് ആവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഫ്യൂസ്ഡ് ബൾബ്സ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ സക്സസ് ആയിട്ട്, ഫ്യൂസ്ഡ് ബൾബ്സ് ആണ് നമ്മൾ സക്സസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് സക്സസ് ആണ്. എക്സ് ഈക്വൽ ടു 0 ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് നമുക്ക് ഇതിന്റെ ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരിക. 5C0 0.05 raised to 0, 0.95 raised to 5 minus 0. That is 5C0 പറഞ്ഞാൽ 1 ആണ്. 0.05 raised to 0 പറഞ്ഞാൽ അതും 1 ആണ്. ആൻഡ് 0.95 raised to 5 എന്ന് വരും ഇതിന്റെ ആൻസർ. അപ്പൊ 0.95 raised to 5 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നോട്ട് മോർ ദാൻ 1. നോട്ട് മോർ ദാൻ 1. നോട്ട് മോർ ദാൻ 1. ഒന്നിൽ കൂടുതൽ ഫ്യൂസ് ആവാതിരിക്കാനുള്ള പോസിബിലിറ്റി. നോട്ട് മോർ ദാൻ 1 എന്ന് പറയുമ്പോൾ 1 അല്ലെങ്കിൽ 1ൽ കുറവോ എന്ന് വെച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നോട്ട് മോർ ദാൻ 1 എന്ന് പറഞ്ഞാൽ 1ൽ കൂടുതലാവാൻ പാടില്ല എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ 1 അല്ലെങ്കിൽ 1നേക്കാൾ കുറവ്. 1നേക്കാൾ കുറവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 0 ആണ് വരിക അല്ലെ. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എന്താ കിട്ടുക? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ശരിയല്ലേ? ഓക്കെ, ഓൾറെഡി നമ്മൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലെ. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 1 കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതും കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത് നമ്മൾ. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5C1 0.05 raised to 1, 0.95 raised to 5 minus 1. 5C1 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇൻറ്റു 0.05 ഇൻറ്റു 0.95 raised to 4. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്രയാണ് വാല്യൂ കിട്ടുക എന്നുള്ളത്. 0.2036 എന്നാണ് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 കിട്ടുക. അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യണം. പ്ലസ് ഇതും കൂടെ ആഡ് ചെയ്യണം. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് നമ്മളത് ആഡ് ചെയ്യേണ്ടത്. 0.7737 പ്ലസ് 2036 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ ഫൈനൽ ആൻസർ നമ്മളിവിടെ എഴുതേണ്ടത്. ആൻസർ വരിക 0.9773 ആണ്. ഓക്കെ, അപ്പൊ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നോട്ട് മോർ ദാൻ 1. മോർ ദാൻ 1 ഒന്നിൽ കൂടുതൽ എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. മോർ ദാൻ 1. മോർ ദാൻ 1 എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 ഒന്നിൽ കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. അപ്പൊ ഒന്നിൽ കൂടുതലിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ 2 എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു 5 വരെ നമ്മൾ കണ്ടുപിടിക്കണം. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന് എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി എടുക്കാം. 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എടുക്കാം. മോർ ദാൻ 1 നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ കേട്ടോ. മോർ ദാൻ 1 ഓർ മോർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. അപ്പൊ നമുക്ക് ഈ കോംപ്ലിമെന്റ് എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ 1 മൈനസ് 0.9773 ആ വാല്യൂ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. അതാണ് ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത്. വാല്യൂ കിട്ടുക 0.0227 എന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുക. പ്രോബബിലിറ്റി ഓഫ് ബൾബ് more than one bulb will fuse after 150 days of use. Okay,
ദെൻ നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാം. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുമ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് 1 എന്നുള്ളതാണ് നാലാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 1, മിനിമം ഒന്നെങ്കിലും എന്നാണ് നമ്മളോട് പറയുന്നത്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ മിനിമം ഒന്നെങ്കിലും എന്നുള്ളതാണ് അർത്ഥം. അപ്പോ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് നമ്മൾ എഴുതേണ്ടത്. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 5. അത് മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഒരു എളുപ്പം എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അത് കറക്റ്റ് ആവില്ലേ? പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു 1 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.2036 ആണ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത്. ആൻഡ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ 0.0227. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1ന്റെ പ്രോബിലിറ്റി നമുക്ക് കിട്ടും. 0.2263 എന്നാണ് ഫൈനൽ ആൻസർ വരിക. അപ്പൊ അതാണ് അറ്റ്ലീസ്റ്റ് 1 ബൾബ് വിൽ ഫ്യൂസ് ആഫ്റ്റർ 150 days ഓഫ് യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് സക്സസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, നമ്പർ ഓഫ് ട്രയൽസ് കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ, അതായത് ബൈനോമിയൽ തിയറം യൂസ് ചെയ്യാൻ പറ്റുന്ന ബെർണോളി ട്രയൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കാറുള്ളതാണ്. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളോട് ഇപ്പൊ ചോദിക്കുകയാണ്, ഫൈൻഡ് ദ മീൻ നമ്പർ ഓഫ് ബൾബ്സ് വിൽ ഫ്യൂസ് ആഫ്റ്റർ 150 days ഓഫ് യൂസ്. അതായത് പ്രോബിലിറ്റിയുടെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റാൻഡം വാരിയബിൾ എന്ന് പറയുന്ന ബൾബ് വിൽ ഫ്യൂസ് ആഫ്റ്റർ 150 days ഓഫ് യൂസ് എന്നുള്ളതാണ്. അവിടെ ആ റാൻഡം വാരിയബിളിന്റെ മീൻ കണ്ടുപിടിക്കാനായിട്ട്, എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാനോ മീൻ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് n ഇൻറ്റു പി ആയിരിക്കും. അതുപോലെ തന്നെ വാരിയൻസ് ചോദിക്കുകയാണെങ്കിൽ വാരിയൻസ് എന്ന് പറയുന്നത് NP/Q ആയിരിക്കും. ഇവിടെ n ഇൻറ്റു പി പറയുമ്പോൾ 5 ഇൻറ്റു 0.05. അതേപോലെ തന്നെ NP/Q പറഞ്ഞാൽ 5 ഇൻറ്റു 0.05 ഇൻറ്റു 0.95. അപ്പൊ ഈ വാല്യൂ നിങ്ങൾ ഓർത്തു വയ്ക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് NP ആണ്. ആൻഡ് വാരിയൻസ് എന്ന് പറയുന്നത് NP/Q ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാരിയൻസിന്റെ റൂട്ട് ആയിരിക്കും. റൂട്ട് NP/Q ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരിക. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വയ്ക്കാം. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, എന്നാലും ചിലപ്പം ചോദിക്കാം. മീൻ ആൻഡ് വാരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ.